വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻഡ്മെൻറ്റ് റൂൾസ്, അതിനെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KCS റൂൾസ് അമെൻഡ്മെൻറ്റ് ഇന്ന് നമ്മൾ നോക്കുന്നത് റൂൾ 38(5) മുതലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വരെ അതിന് മുമ്പുള്ള അമെൻഡ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് 38(5) എന്താണെന്ന് നോക്കാം. 38 എന്ന് പറയുന്ന റൂൾ എന്തിനെ പറ്റിയാണ് പറയുക? കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ് എന്നുള്ളതാണ് റൂൾ 38. 38(5) എന്ന് പറയുന്നത് കാഷ്വൽ വേക്കൻസി ഓഫ് ആൻ എലക്റ്റഡ് മെമ്പർ, അതായത് ഭരണസമിതിയിലെ ആകസ്മികമായ ഒഴിവ്, അത് നികത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുക. അതിൽ അമെൻഡ്മെൻറ്റ് വന്നിരിക്കുന്ന ഇതാണ്. റൂൾ 38 സബ് റൂൾ 5. ആഫ്റ്റർ ദ വേർഡ്സ് സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സ് the words and such nomination shall be verified by the registrar and shall intimate the State Cooperative Election Commission in writing within 30 days of such nomination shall be inserted. അതായത് നോമിനേഷൻ പ്രകാരം ഒഴിവ് നികത്തുമ്പോൾ അത് രജിസ്ട്രാർ വെരിഫൈ ചെയ്യണം, പരിശോധിക്കണം. അതുകൂടാതെ അത് ഇലക്ഷൻ കമ്മീഷനെ 30 ദിവസത്തിനകം രേഖാമൂലം അറിയിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെരിഫൈ ദ രജിസ്ട്രാർ ആൻഡ് ഷാൽ ഇൻറ്റിമേറ്റ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ റൈറ്റിംഗ് വിതിൻ 30 days ഓഫ് സച്ച് നോമിനേഷൻ. ആ നോമിനേഷൻ നടത്തി 30 ദിവസത്തിനകം സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്യണം. അതാണ് 38(5) വന്നിട്ടുള്ള മാറ്റം. 38(7) എന്ന് പറയുന്നത് റൂൾ 38 സബ് റൂൾ 7. അത് ഇപ്പോഴും നിലവിലില്ലാത്ത ഒരു കാര്യമാണ്. അത് ദി സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ of such co-opted members by incorporating details such as name, address and their qualification. അതായത് ഈ കോപ്റ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ, നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ വിവരങ്ങൾ, അതായത് അവരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം ഒരു രജിസ്റ്റർ, ഇതെല്ലാം അടങ്ങിയ ഒരു രജിസ്റ്റർ സംഘം സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് സച്ച് കോഓപ്റ്റഡ് മെമ്പേഴ്സ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഡീറ്റെയിൽസ് ഓഫ് നെയിം, അഡ്രസ്സ് ആൻഡ് ദെയർ ക്വാളിഫിക്കേഷൻസ്. ഇതാണ് 38 സബ് റൂൾ 7 പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അമെൻഡ്മെൻറ്റ് റൂൾ 43 പറയുക. റൂൾ 43 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഇതിനെപ്പറ്റിയൊക്കെയാണ്. റൂൾ 43 പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് തുടങ്ങിയവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുക. അതിൽ 43(1)(a) എന്ന് പറഞ്ഞ് ഒരു അഡീഷണലായിട്ട് ഒരു റൂളും കൂടെ വന്നിട്ടുണ്ട്. 43 റൂളിൽ 1(a) എന്ന് പറഞ്ഞൊരു സബ് റൂൾ. Either the president or the vice president of a primary Anand Pattern Milk Cooperative Society shall be a woman എന്നാണ്. അതായത് ആനന്ദ് പാറ്റേൺ മിൽക്ക് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആനന്ദ് പാറ്റേൺ മിൽക്ക് സൊസൈറ്റിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഒരു വുമണായിരിക്കണം, ഒരു സ്ത്രീ ആയിരിക്കണം. ഇതാണ് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത റൂൾ 43(1)(a) എന്ന് പറയുന്നത്. ഇനി റൂൾ 43 തന്നെ സബ് റൂൾ 2 ഒരു മാറ്റമുണ്ട്. അതായത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഒഴിവുണ്ടായിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനകം അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്നായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അത് മാറ്റി ആ 15 എന്നുള്ളത് 30 ദിവസം മാറ്റി. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഒഴിവുണ്ടായിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനത് കമ്മീഷനെ അറിയിക്കണമെന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി റൂൾ 43(b)
43B എന്ന് പറയുന്നത് ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്. അതായത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്നിവരുടെ അഭാവത്തിൽ ചാർജ് കൈമാറുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് 43B പറയുക. അതിൽ നിലവിലില്ലാത്തൊരു കാര്യമാണ് കൂട്ടിച്ചേർത്തിരിക്കുകയാണത്. അത് ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് വെൻ ദ പ്രസിഡൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് ഓൺ ലീവ് ഓർ ഇൻ ആബ്സെൻറ്റ് ഫോർ മോർ ദാൻ 15 days continuously and his charge is not handed over to the vice president, it shall be deemed to have been handed over to the vice president. When both the president and vice president are absent for more than 15 days continuously, the said charge shall be handed over to any other member of the director board, decided by a resolution passed in the meeting for avoiding any interruption in the day-to-day functioning of the society എന്നാക്കിയിട്ടുണ്ട്. അത് പുതുതായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതായത് ഒരു സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് തുടർച്ചയായി 15 ദിവസത്തിൽ കൂടുതൽ അവധിയായിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല വൈസ് പ്രസിഡൻറ്റിന് കൈമാറുന്നില്ലെങ്കിൽ അത് വൈസ് പ്രസിഡൻറ്റിന് കൈമാറിയതായി കണക്കാക്കും എന്നാണ് പറഞ്ഞിരിക്കുക. ഇനി പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും 15 ദിവസത്തിൽ അധികം തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സൊസൈറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിലെ പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി യോഗത്തിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു പ്രമേയത്തിലൂടെ തീരുമാനിച്ച് ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർക്ക്, ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ചുമതല കൈമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും 15 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ടില്ലെങ്കിൽ ബോർഡിലെ ഒരു അംഗത്തിന് ആ ചുമതല കൈമാറണം. കാര്യം ആ ഡേ ടു ഡേ അഫയേഴ്സിന് ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാകാതിരിക്കാൻ, തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം, യോഗത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം അങ്ങനെ തീരുമാനം എടുക്കാൻ. ഇതാണ് അതിനകത്ത് പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്നത് റൂൾ 43B എന്ന് പറയുന്നത്. ഇനി റൂൾ 44 എന്താണ് പറയുക? റൂൾ 44 എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റി. അതാണ് ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുക. അതിൽ സബ് റൂൾ 1 ക്ലോസ് K എന്ന് പറയുന്നിടത്ത് ഫോർ ദ വേർഡ്സ് ഓഫ് 1 year ഹാസ് നോട്ട് എലാപ്സ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് സൂപ്പർസെഷൻ എന്നുള്ളിടത്ത് ദ വേർഡ്സ് ഓഫ് നെക്സ്റ്റ് 1 term ഹാസ് നോട്ട് എലാപ്സ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് സച്ച് സൂപ്പർസെഷൻ എന്ന് ആക്കി മാറ്റണം. അതായത് ഒരു വർഷം പൂർത്തിയായില്ലെങ്കിൽ, അതായത് കമ്മിറ്റി പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം ഒരു വർഷം പൂർത്തിയായിട്ടില്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയിലെ അംഗമായിരുന്ന വ്യക്തിയാണെങ്കിൽ എന്നുള്ളിടത്ത് ഒരു വർഷം എന്നുള്ള ഒരു ടേം പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്നാക്കി മാറ്റണം. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഡിസ്ക്വാളിഫിക്കേഷനകത്ത് K എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. വാസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി വിച്ച് ഹാസ് ബീൻ സൂപ്പർസീഡഡ് ആൻഡ് എ പീരീഡ് ഓഫ് 1 year എന്നുള്ള മാറ്റി നെക്സ്റ്റ് 1 term ഹാസ് നോട്ട് എലാപ്സ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് സച്ച് സൂപ്പർസെഷൻ ആസ് പ്രൊവൈഡഡ് ഇൻ ക്ലോസ് C ഓഫ് സബ്സെഷൻ 1 ഓഫ് സെക്ഷൻ 32 ഓഫ് ദ ആക്ട്. അതായത് സൂപ്പർസെഷനെ പറ്റിയാണ് പറയുന്നത്. ഇനി റൂൾ 44 1A അത് പുതുതായിട്ട് കൂട്ടിച്ചേർത്താണ്. റൂൾ 44 1A ഈ 44 എന്ന് പറയുന്ന റൂൾ 44 ഇതാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നോ മെമ്പർ ഓഫ് ദ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി or an urban bank shall be eligible for being elected as or being and remain as a member of
the managing committee representing the seat reserved for the members having a deposit of rupees 25,000 and above as per section 28 1C of the Act, unless the said deposit is maintained in the society till the end of term of the committee. അതായത് നിക്ഷേപക സംവരണ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗം 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപം ഉള്ള ഒരാളിൽ നിന്ന്, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിക്ഷേപ സംവരണ വിഭാഗമുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അവരുടെ ഈ അവരുടെ ആ കാലാവധി കഴിയുന്നവരെ നിക്ഷേപം നിലനിർത്തിയില്ലെങ്കിൽ അയോഗ്യതയായിട്ട് കണക്കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ മെമ്പർ ഓഫ് ദ primary credit society of an urban cooperative bank shall be eligible for being elected as or for being and remain as a member of the managing committee representing the seat reserved for the members having a deposit of rupees 25,000 and above. As per section 28, the said deposit is maintained in the society till the end of the term of the committee. ആ കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നിടം വരെ ആ നിക്ഷേപം നിലനിർത്തണം, അല്ലെങ്കിൽ അയോഗ്യതയായിട്ട് കണക്കാക്കും. ഇനി 44 1B എന്നൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് 1Bയിൽ. അതായത് ജീവനക്കാരൻ്റെ അടുത്ത ബന്ധുക്കളെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. നിലവിൽ 13 പേരുടെ പറയുന്നുണ്ട് ഇതിനകത്ത്. അതിന് 14, 15, 16 3 ബന്ധുക്കളുടെയും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് 44 1Bയിലാണ് പറയുക. 44 1B എക്സ്പ്ലനേഷനാണ്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. 44 explanation. For the purpose of clause B of subrule 1, the near relations shall be following: husband, wife, son, daughter, brother, sister, father, mother, uncle, father-in-law, mother-in-law, son-in-law, daughter-in-law, ഇങ്ങനെ 13 പേരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 14-ാമതായിട്ട് നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ചിൽഡ്രൻ, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ചിൽഡ്രൻ, അതായത് അനുജൻ അല്ലെങ്കിൽ അനുജത്തിയുടെ കുട്ടികൾ. പിന്നെ 15 വൈഫ്സ് ഓർ ഹസ്ബൻഡ്സ് സിസ്റ്റർ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുജത്തി സഹോദരി എന്നുള്ളതാണ്. 16-ാമതായിട്ട് വൈഫ്സ് ഓർ ഹസ്ബൻഡ്സ് ബ്രദർ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരൻ അനുജൻ. ഇങ്ങനെ 3 പേരെയും കൂടെ ജീവനക്കാരൻ്റെ അടുത്ത ബന്ധുക്കളായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റൂള് 46E ആണ് അടുത്ത വ്യത്യാസം വന്നിരിക്കുന്നത്. റൂള് 46E ചെറിയൊരു വ്യത്യാസമുള്ള അവിടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളിടത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്കണം. അത് DCB നോമിനി എന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നോമിനി എന്നാക്കി മാറ്റണം. പിന്നെ 47E പണം, ജാമ്യവസ്തുക്കൾ, രേഖകൾ, മുദ്ര തുടങ്ങിയവയുടെ സൂക്ഷിപ്പ് സംബന്ധിച്ച് ഉള്ള ഒരു ഇതാണ്. കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ് എക്സെട്ര ഓഫ് എ സൊസൈറ്റി, അതാണ് റൂൾ 47. അതിൽ 47E it is the responsibility of the chief executive to see that all the registers and accounts are written up properly. അത് എഴുതി സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്. അവിടെ എഴുതി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഡിജിറ്റലായി സൂക്ഷിക്കുകയോ എന്നും കൂടെ കൂട്ടിച്ചേർക്കണം. റിട്ടൺ അപ്പ് ഓർ ഡിജിറ്റലി പ്രിപ്പയർഡ് എന്നാക്കി എന്നും കൂടെ കൂട്ടിച്ചേർത്ത് വരുത്തണം. അതാണ് ആ റൂളിൽ 47 റൂൾ 47E വന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത റൂളിലെ അമെൻഡ്മെൻറ്റുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.